So a good memory that I have about Daddy is ഇത് ഞാൻ ഒത്തിരി ചെറുതാ. Echa is always with mummy. Mummy is carrying her. I'm quite small. I think I remember only Malappuram House, Beach Hotel, Cosmopolitan Club. So Daddy always used to take me with him, and I remember this big finger. He'll always give his index finger to me to hold on to. അപ്പോൾ ഈ ഇൻഡെക്സ് ഫിംഗർ ഒരു വലിയ ഫിംഗറാണ് ഞാൻ മുകളിലോട്ട് നോക്കുമ്പോൾ. എന്നിട്ട് അതിൽ പിടിച്ച് നടക്കണം. അപ്പോൾ എനിക്ക് ഫുൾ ധൈര്യം അതിൽ പിടിച്ച് നടക്കുമ്പോൾ. And then the second memory is his smell. So Daddy's always busy in the clinic. So he used to wear this white banian inside, sleeveless one, inside his shirt. And he always used to smell very nice. So I would go to the cupboard and sniff. Daddy smell, because I don't get to see Daddy that often. He's busy at work. He'll come back in the evening. I'll see him for a short period. So the smell was kind of a reassurance for me. ഇപ്പോഴും I don't get to hold that finger that much. ദൂരെയല്ലേ. പക്ഷെ ഇപ്പോഴും എല്ലാ ദിവസവും എൻ്റെ മനസ്സിൽ ആ വലിയ ഫിംഗറുണ്ട്. എനിക്ക് ധൈര്യം തരുന്ന ഒരു ഫിംഗറാണ്. ഹാപ്പി ബർത്ത്ഡേ ഡാഡി, യു ആർ ദ ബെസ്റ്റ്. മമ്മിക്ക് ഡാഡീനെ ആയിട്ടുള്ള ബെസ്റ്റ് മെമ്മറി എന്താ? എനിക്ക് എൻ്റെ ബെസ്റ്റ് മെമ്മറി ഷോപ്പിങ്ങിന് പോകുന്നത്. ഞാനൊക്കെ ആദ്യകാലത്തൊക്കെ ഷോപ്പിങ്ങിന് പോകുമ്പം കുറേ സാധനങ്ങൾ എല്ലാം ഇങ്ങനെ എടുത്തിടും. അന്നേരം നമ്മൾ ഇതെടുക്കണോ അതെടുക്കണോ പിന്നെ ഇനിയുണ്ടോ അപ്പോൾ അവർ പിന്നെയും കൊണ്ടുവരും. അങ്ങനെ ഒരു വലിയ കുമ്പാരം പോലെ ഇട്ടാലും എന്താ സെലക്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ജോയിച്ചാലും കൂടെ പോയാൽ എനിക്കൊരു സാരി മേടിക്കണമായിരുന്നു. അത് വൈകുന്നേരം റെഡിയായി പോവാമെന്ന്. ഇത് വൈകുന്നേരം ഷോപ്പിലേക്ക് കയറി അവിടെ ഇരുന്ന് നമ്മളിപ്പം അവർ അവിടെയുള്ളവർ കൊണ്ടുവന്ന് ഓരോരോ ഐറ്റം സാരി ഇടുമല്ലോ. അപ്പോൾ പറയും ഇങ്ങനെ എടുത്തിട്ട് ശരി നിങ്ങൾ അതിൻ്റെ അകത്ത് നിന്ന് എല്ലാം ഒന്നും വലിച്ചിടില്ല, ഞാൻ ചൂസ് ചെയ്യുന്ന മാത്രം ഇട്ടാൽ മതി. അപ്പം ഇതെന്ന് പറയുമ്പോൾ അവരതെടുത്ത് അതൊക്കെ നിർത്തി കാണിക്കണം. നിർത്തി കാണിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അടുത്തത് എടുത്തോ. അങ്ങനെ ഞാൻ ഒരു സാരി ആയിരിക്കും ചോദിച്ചു പോയിരിക്കുന്നത്. ഒരു 5 മിനിറ്റ് കൊണ്ട് ഒരു 5-6 സാരി കിട്ടും. പിന്നെ ഉടനെ തന്നെ നമുക്ക് പോവാം. പരിപാടി അച്ചുവിന് നമ്മുടെ ഡാഡിയെ പറ്റിയിട്ടുള്ള ഒരു മെമ്മറി എന്താന്ന് പറയുന്നത്? എനിക്ക് ഡാഡിനെ പറ്റിയിട്ടുള്ള മെമ്മറി, പണ്ട് അപ്പുവിനെ റോട്ടറിക്ക് കൊണ്ടുപോകും. അപ്പൊ അപ്പു ഇങ്ങനെ ഫുൾ അറ്റൻഡ് ഒക്കെ ചെയ്തു. അപ്പു ചെറുതായിരുന്നു. അപ്പൊ ഡാഡി വിചാരിച്ചു അപ്പു ഇങ്ങനെ അറ്റൻഡ് ചെയ്യുന്ന പോലെ എന്നെ കൊണ്ടുപോയി ഞാൻ അറ്റൻഡ് ചെയ്യും. അപ്പൊ ഞാൻ എന്റെ ഫസ്റ്റ് റോട്ടറി മീറ്റിങ്ങിന് പോകും. എനിക്ക് എത്ര വയസ്സുണ്ടെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷെ ഡാഡി എന്നെ ഫസ്റ്റ് റോട്ടറി മീറ്റിംഗ് ആണ്. ഡാഡി ഫസ്റ്റ് സീറ്റ് എന്നെ കണ്ടുപിടിച്ച് ഞാനും ഡാഡി ഏറ്റവും മുമ്പിലിരിക്കും. എന്നിട്ട് ഇങ്ങനെ ആദ്യം ഒരു ബെല്ലടിച്ചു, പിന്നെ കുറച്ച് നേരം ഒരു ബെല്ലടിച്ചു. ഞാൻ ഓരോ ബെല്ലടിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു തീർന്നു, നമുക്കിനി പോവായിരിക്കും. എന്നിട്ട് പിന്നെ തീർന്നിട്ടില്ല. ഞാൻ കുറച്ച് നേരം വാച്ചൊക്കെ നോക്കി, അതിൻ്റെ ഭംഗിയൊക്കെ നോക്കി, എന്നിട്ട് കഴിയുന്നില്ല. പിന്നെ കുറച്ച് നേരം ഞാൻ ഡാഡിനെ ഇങ്ങനെ തോണ്ടി. എന്നിട്ട് ഞാൻ ഡാഡി നമുക്ക് പോവാറായോ? ഇല്ല, കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യും, ഇപ്പം തീരും. പിന്നെ ഞാൻ എല്ലാ 2 മിനിറ്റിൽ ഡാഡി പോവാറായോ, ഡാഡി പോവാറായോ, ഡാഡി പോവാറായോ. അതേ പിന്നെ ഡാഡി എന്നെ ഒരു റോട്ടറി മീറ്റിങ്ങിന് കൊണ്ടുപോയിട്ടില്ല. ഡാഡിനെ പറ്റി മോഡൽ മെമ്മറി പറയാം. എനിക്ക് ഡാഡി എന്ന് പറഞ്ഞാൽ സേവിയർ പോലെയാണ്. ഞങ്ങളെ മമ്മി ഞങ്ങളെ പഠിപ്പിക്കായിരിക്കില്ല. അന്നേരം ഡാഡി എങ്ങനെയെങ്കിലും ക്ലിനിക്കിൽ നിന്ന് വരണ്ടേ എന്നാ പ്രാർത്ഥന. ഡാഡി ക്ലിനിക്കിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ വേഗം പഠിത്തം തീർന്നു എല്ലാം കഴിഞ്ഞു മമ്മിയുടെ അടി കിട്ടത്തില്ല. ഞങ്ങളെ പഠിപ്പിക്കാൻ ഇരുത്തും. അപ്പൊ മമ്മീയുടെ കൂടെയാണെങ്കിൽ നമ്മളെല്ലാം വള്ളിനുള്ളിൽ തെറ്റിക്കാതെ എല്ലാം പറയുന്നത്. ഡാഡി എടുത്തെന്ന് പറഞ്ഞാൽ ഡാഡി പെട്ടെന്ന് വേഗം പരിപാടി നിർത്തും. ഡാഡി എങ്ങനെയാ വെച്ചാൽ ആ പര്യായം ഒക്കെയാണ് ഡാഡി പര്യായം പറഞ്ഞുതരും. ആൻസർ ഡാഡി ചെയ്യും, ക്വസ്റ്റ്യൻ ചോദിക്കും, പെട്ടെന്ന് പരിപാടി തീരും. അതാണ് എനിക്ക് ഡാഡിനെ പറ്റിയുള്ളത്. Well, talking about Daddy, മലയാളം
He has many qualities that actually bypasses his generation, and but one of those I really appreciate is his quality, or what I say, his openness to discuss his failures with us, asking doubts, and ego never comes in his way. That is really remarkable at that age, and I can't still do that. So that is something I really admire about him. Thank you. ഡാഡിനെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് വരുന്ന ആദ്യത്തെ മെമ്മറി എന്ന് പറഞ്ഞാൽ ഞാൻ ഫോട്ടോയിൽ കണ്ടിട്ട് വരുന്ന മെമ്മറി പോലെയാന്ന് തോന്നുന്നു. പക്ഷെ ഡാഡിയുടെ വയറിലിരുന്ന് പുറത്തോട്ട് നോക്കിയിരിക്കുന്ന അതാണ് എൻ്റെ ആദ്യത്തെ മെമ്മറി. പിന്നെ ഡാഡിനെ പറ്റി ആലോചിക്കുമ്പോൾ വരുന്ന വേർഡ് പ്രൊആക്റ്റീവ് എന്നാണ്. എന്താന്ന് വെച്ചാൽ എൻ്റെ ആദ്യത്തെ ജിമെയിൽ അക്കൗണ്ട് ഡാഡിയാണ് ഉണ്ടാക്കിയത്. എന്റെ ഡാഡി എന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ കാർവ് ചെയ്തെടുത്തതാ. എന്നെ സ്വിമ്മിങ് പഠിപ്പിച്ചത് ഡാഡിയാണ്. 1.5 വയസ്സായപ്പോ എടുത്ത് റിവറിലേക്ക് ഇട്ടിട്ട് നീന്താനായിട്ട് പഠിപ്പിച്ചു. സോ പിന്നെ അങ്ങനത്തെ ആദ്യത്തെ കുറെ കാര്യങ്ങളൊക്കെ ഡാഡിയാണ് എനിക്ക് ചെയ്തു തന്നെ. അപ്പോൾ ഭയങ്കര പ്രൊആക്റ്റീവ്. എന്താ പറയാനുള്ള ഡാഡിയോട്? ചേച്ചന് ജോയിച്ചാൻ എന്ന് പറയുമ്പോ എന്താണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്? ജോയിച്ചാൻ എന്ന് പറയുമ്പം ചേച്ചീനെ പെണ്ണ് കാണാൻ വന്നതാണ് എന്റെ പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഒരു ബ്ലൂ ഷർട്ട്, ഡോട്ട് പോലത്തെ ഒരു ഷർട്ടും നല്ല എന്താണ് കൂളിംഗ് ഗ്ലാസ് അല്ല, എന്താ നമ്മുടെ സൺഗ്ലാസ്, ഗോൾഡൻ സൺഗ്ലാസ് ഒക്കെ ഇട്ട് ആ മുഖം നല്ല ചുള്ളൻ മുഖമാണ് ആദ്യം ഓർമ്മ വരുന്നേ. അങ്ങനെ പെണ്ണ് കാണാൻ വന്നു. പിന്നെ പുള്ളി കല്യാണമൊക്കെ കഴിഞ്ഞു. പിന്നെ പുള്ളിക്കാരൻ ഏറ്റുമാനൂര് പ്രാക്ടീസ് ചെയ്യായിരുന്നു. അങ്ങനെ നല്ല ഓർമ്മയുള്ള അതൊക്കെ കഴിഞ്ഞ് പുള്ളി കോഴിക്കോട്ടേക്ക് വന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. രാമകൃഷ്ണ ബിൽഡിങ്ങില് ക്ലിനിക്ക് തുടങ്ങിയതും അവിടെ ജോയിച്ചാൻ പ്രാക്ടീസ് ചെയ്യുന്നതും. അന്ന് ഇവിടെ എല്ലാം പാറൻ ഡോറൻ ബി ക്ലാസ് ഡെന്റിസ്റ്റുകളാണ്, BDS കുറവാണ്. പിന്നെ അവരാരും പല്ലെടുക്കത്തില്ല. പല്ലൊക്കെ ഇങ്ങനെ ആടിയ പല്ല് വന്നാൽ മാത്രമേ എടുക്കുള്ളൂ. ഇപ്പൊ ജോയിച്ചാനെ അന്ന് ഫേമസ് ആയത് ജോയിച്ചാൻ BDS പിന്നെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ അന്ന് പുള്ളി പോകുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പുള്ളി ഏത് പല്ല് കിട്ടിയാലും പറിച്ചെടുക്കും. അങ്ങനെ ഫേമസ് ആയി. അങ്ങനെ പാറൻ ഡോറന്റെ അവിടെ ഞങ്ങൾക്ക് കാണാം. ഞാൻ അവിടെ നമുക്ക് കാണാൻ അവിടെയൊക്കെ ഭയങ്കര തിരക്കാണ്. അന്ന് ജോയിച്ചാൻ അന്ന് എനിക്കൊന്ന് അവരൊക്കെ വളരെ വില കുറഞ്ഞ ചാർജ് കുറഞ്ഞിട്ടാണ് പ്രാക്ടീസ് ചെയ്തിരുന്നത്. ജോയിച്ചാൻ പക്ഷേ സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് ആയിരുന്നു. പക്ഷെ അങ്ങനെ പേരായിപ്പോയി. ജോയിച്ചാൻ ഏത് പല്ലെടുക്കും. പിന്നെ ഫുൾ സെറ്റ് ഒക്കെ ഇവിടെ 1 മാസം 2 മാസം 3 ജോയിച്ചാൻ അന്ന് തന്നെ പല്ല് പറിച്ച് അന്ന് തന്നെ വേണമെങ്കിൽ ഫുൾ സെറ്റൊക്കെ സെറ്റ്. അത് ഹോട്ട് ക്യൂർ എന്ന് വെച്ചാൽ ഫിക്സഡ് ആയിട്ട് പെട്ടെന്ന് ക്വിക്ക് റിപ്പയറിനുള്ള ഇതുണ്ട്. അതുകൊണ്ട് വരെ പുള്ളി ഇത് പല്ലൊക്കെ വെച്ചു കൊടുത്തു. അങ്ങനെ ഫേമസ് ആയി. പിന്നെ സിംഗിൾ പല്ലൊന്നും അന്നൊന്നും ഒട്ടിച്ചു കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല. അങ്ങനെ പുള്ളി ഭയങ്കര ഫേമസ്. ഇതൊക്കെ തന്നെയാണ് ഓർമ്മകൾ വരുന്നത്. ജോയിച്ചാനെ പറ്റി എൻ്റെ കയ്യിലുള്ള ഒരു പഴയ ഓർമ്മ ഞാൻ പറയുകയാണ്. എനിക്കന്നേരം ഒരു 4-4.5 വയസ്സുള്ള ഒരു സമയത്താണ്. അന്ന് ജോയിച്ചാൻ 8-ലോ 9-ലോ പഠിക്കുന്ന ഒരു കാലഘട്ടം. ജോയിച്ചാൻ അന്ന് എങ്ങനെയൊക്കെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കി ഒരു ചുമന്ന റബ്ബർ ചെരുപ്പ് വാങ്ങിച്ചു. അത് രാവിലെ സ്കൂളിലൊക്കെ പോകുമ്പോൾ വലിയ മനസ്സ് കയറി നടക്കുന്ന ഗമയിലാതിട്ടുകൊണ്ട് നടക്കുകയൊക്കെ ചെയ്യുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് വളരെ ഒരു കൊതി, എനിക്കും അതുപോലെ ഒരെണ്ണം വേണം. ഞാൻ ജോയിച്ചാനൊന്ന് സ്കൂളിൽ നിന്ന് വരുമ്പോൾ അത് കഴുകി തുടച്ച് ഒരു കള്ളാസിൽ പൊതിഞ്ഞ് എവിടെയെങ്കിലും പാത്ത് വെക്കും. ഒരു ദിവസം ജോയിച്ചാനില്ലാത്ത സമയത്ത് ഞാനത് കണ്ടുപിടിച്ചു. ഇത് ഞാൻ എൻ്റെ കാലയിലിട്ട് നോക്കിയപ്പം എനിക്ക് ഒത്തിരി വലുതാണ്. ഞാൻ എൻ്റെ ബാഗ് കടിച്ചു മുറിച്ച് ചെറുതാക്കി. എന്നിട്ട് എൻ്റെ കാലിന് പരുവാക്കിയിട്ട് ഞാനത് കള്ളാസിക്കും അതുപോലെ തന്നെ പൊതിഞ്ഞ് തിരിച്ചു വെച്ചു. ഒരു ദിവസം രാവിലെ ജോയിച്ചാൻ സ്കൂളിൽ പോകാനായിട്ട് തുടങ്ങുമ്പോൾ അതെടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ ബാക്കി കാണാനില്ല. പിന്നെ ഒന്നും പറയണ്ട, വലിയ ബഹളമായിരുന്നു. ഞാനേതല്ല ആ സമയത്ത് എവിടെയൊക്കെ പോയി പാത്തിരുന്നു. ഞാനൊരു കുഞ്ഞായതുകൊണ്ട് എന്നെ വെറുതെ വിട്ടെന്ന് പറഞ്ഞാൽ മതി. അതാ ഞാനിപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നൊരു കഥ. ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ജോയിച്ചായ. ഹാപ്പി ബർത്ത്ഡേ ജോയിച്ചായ. God bless you. Joichaya, happy birthday. God bless you. Bye.
Richa, happy birthday. God bless you. Happy birthday, Daddy Apicha. Happy? Happy? Happy birthday to Daddy. And wishing you More many birthdays more happy birthdays to come. And good health. Bye-bye.